അഭിനയരംഗത്തും സിനിമയിലുമൊക്കെ ഒരുപോലെ മികവ് കാട്ടിയിട്ടുള്ള താരമാണ് മഞ്ജു പത്രോസ്. ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം താരത്തിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. വിവിധ ചാനലുകളിലെ നിരവധി പരിപാടികളിലെ പ്രധാന കഥാപാത്രമായി മഞ്ജു പത്രോസ് നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. കൂടുതലും കോമഡിക്ക് പ്രാധാന്യം നൽകിയ വേഷങ്ങളായിരുന്നു താരം മിനി സ്ക്രീനിൽ അഭിനയിച്ചത്. പിന്നാലെ ബിഗ് ബോസിൽ എത്തിയതിലൂടെയാണ് മഞ്ജു പത്രോസ് കൂടുതൽ പ്രേക്ഷക പ്രിയയായി മാറിയത്. എന്നാൽ ബിഗ് ബോസിൽ താരത്തിന് വിവിധ കോണുകളിൽ നിന്ന് കടുത്ത വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു. ബിഗ് ബോസ് മലയാളം 2ാം സീസണിലാണ് മഞ്ജു പത്രോസ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചത്. ആ സീസണിൽ ഏറ്റവും അധികം സൈബർ ആക്രമണത്തിന് വിധേയയായ വ്യക്തി കൂടിയായിരുന്നു മഞ്ജു പത്രോസ്. എന്നാൽ അവിടെയൊന്നും തളരാതെ കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുകയാണ് മഞ്ജു പത്രോസ് ചെയ്തത്. 2003-ൽ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചക്രം എന്ന സിനിമയിലൂടെയായിരുന്നു മഞ്ജു പത്രോസ് സിനിമയിലേക്ക് അരങ്ങേറിയത്. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ താരം ഇപ്പോഴിതാ തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ്. കൈരളി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു പ്രതികരിച്ചത്. കരിയറിൽ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് തോന്നിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റുകൾക്ക് 2 കൊമ്പ് മുളയ്ക്കും. ഞാൻ ഭയങ്കരമാണെന്ന് തോന്നും. കാല് ഭൂമിയിൽ നിന്ന് പൊങ്ങും. കാരണം നമ്മൾ സൂപ്പറാണെന്ന് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ പറയും. അയ്യോ എന്തൊരു രസമാണ്, അഭിനയം സൂപ്പറാണ്, സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. കാരണം അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ പറയുന്നതാണ്. നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇച്ചിരിയൊക്കെ അങ്ങ് പൊങ്ങിയെന്ന് തോന്നിയാൽ നമ്മൾ കഷ്ടപ്പെട്ട് താഴേക്ക് ചവിട്ടണം. കാരണം ആരും ഇവിടെ നിർബന്ധമില്ല. മഞ്ജു പത്രോസ് എന്ന നടി ഇൻഡസ്ട്രിക്ക് മസ്റ്റല്ല. ഞാനില്ലെങ്കിൽ 1000 മഞ്ജു പത്രോസ്മാർ വേറെ വരും. എനിക്കാണ് ഈ തൊഴിൽ വേണ്ടത്, അല്ലാതെ എന്നെ അഭിനയിപ്പിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. ഇത്രയധികം സൗകര്യങ്ങൾ കിട്ടുന്ന വേറെ ഏത് മേഖലയുണ്ട്? ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ അതിൽ നമുക്ക് വണ്ടി വിട്ട് തരും, തിരിച്ചെന്നെ കൊണ്ടാക്കും. ഉച്ചയ്ക്ക് ഫുഡ്, അവിടെ ഡബ്ബിങ്ങിന് പോയാൽ ടീ തരണം, സ്റ്റേ ഒരുക്കി തരണം. വേറെ ഏത് മേഖലയിലുണ്ട് ഇങ്ങനെ? ഒരു അധ്യാപികക്കോ ഡോക്ടർക്കോ ഇങ്ങനെ കിട്ടുമോ? അവരൊക്കെ കയ്യിൽ ക്യാഷ് മുടക്കിയാൽ ജോലിക്ക് പോകുന്നത്. ആദ്യത്തെ കാലത്തൊക്കെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മോശം കമൻറ്റുകൾ വരുമ്പോൾ സങ്കടം വരാറുണ്ട്. ഇപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാറേയില്ല. ജീവിതത്തിലെ തീരുമാനങ്ങൾ എൻ്റേത് മാത്രമായിരിക്കും. പരമാവധി ശ്രമിച്ച ശേഷം മാത്രമേ ഒരാളെ ഒഴിവാക്കൂ. ഇമോഷണലി വളരെ ദുർബലയാണ് ഞാൻ. സീരിയലുകളിൽ പ്രമോഷന് പ്രേക്ഷകന് എന്താണ് വേണ്ടത് അതാണ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയൊരു രചയിനാണ്. ആരും മാറാൻ പോകുന്നില്ല. ഇതൊക്കെ അധികമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. വലിയൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല. സീരിയൽ കണ്ടാൽ കുടുംബ ബന്ധങ്ങൾ തകരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നുന്നില്ല. അരമണിക്കൂർ കാണിക്കുന്ന സീരിയലിൽ നിന്ന് ഒരിക്കലും ശിഥിലമാവില്ല. അതിലും അപകടമായ കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ടല്ലോ. ശിഥിലമാവുന്നെങ്കിൽ അവിടുന്ന് ആയിക്കോളും. നമ്മൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് ഫോണല്ലേ? അരമണിക്കൂറല്ലേ സീരിയൽ കാണിക്കുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ ഫോൺ നമ്മുടെ കയ്യിലില്ലേ? നമുക്ക് വേറെന്താണ് പണി? ഫോൺ തോണ്ടലല്ലാതെ. ബൈബിളിലും ഭഗവത്ഗീതയും ഖുറാനുമൊക്കെ വായിച്ചിട്ടും നന്നാവാതെ മനുഷ്യനെ ഒന്നും സീരിയൽ ചെയ്തിട്ട് നന്നാക്കാൻ കഴിയില്ലെന്നാണ്. അത് സത്യമാണ്. പക്ഷേ എല്ലാ കലാരൂപങ്ങൾക്കും, അതിപ്പോൾ സിനിമ ആയാലും സീരിയലായാലും, സമൂഹ പ്രതിബദ്ധതയുണ്ട്. നമ്മുടെ ആശയങ്ങൾ നല്ലതായിരിക്കണം. ഒരു വില്ലൻ കഥാപാത്രമുണ്ടെങ്കിൽ അവിടെ നല്ല കഥാപാത്രവും മറുവശത്തുണ്ടാകും.